ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാനായിട്ട് പോണത് ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കണം നമ്മുടെ ബിഗ് ബോസ് സീസൺ 4 കാരമൽ ദോശയാണ് കേട്ടോ. പേര് കേട്ടാൽ വിചാരിക്കും എന്തോ ഒരു വലിയൊരു സംഭവമാണെന്നൊക്കെ, പക്ഷേ അങ്ങനൊന്നുമില്ല കേട്ടോ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റണ നല്ലൊരു ദോശയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കാരമൽ ദോശ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ദോശമാവ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കണ മാവൊക്കെയല്ല, ആ ഒരു മാവ് തന്നെയാണ് ഇതിനായിട്ട് എടുക്കേണ്ടത്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാനായിട്ട് തുടങ്ങാം. ദോശ ചുട്ടെടുക്കാനായിട്ടുള്ള കല്ലൊക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായിട്ട് കിടക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ തവി മാവ് കോരി ഒഴിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ദോശയുടെ മെയിൻ താരമായിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ കുറച്ച് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ മധുരം ആവശ്യമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു പഞ്ചസാരക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ട് വരണ വരയ്ക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നല്ലൊരു ഗോൾഡൻ കളർ ആയാൽ മാത്രമാണ് നമ്മുടെ ഒരു ദോശ കഴിക്കാൻ നല്ല ടേസ്റ്റ്. നമ്മളിതിലേക്ക് പഞ്ചസാരയും നെയ്യൊക്കെ ചേർത്ത് കൊടുത്ത കാരണം ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു മണമാണ് ഈ ഒരു ദോശ. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മുരിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ദോശമാവും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ദോശ നമുക്ക് കറിയില്ലെങ്കിലും വെറുതെ ചൂടോടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ മധുരം ഇഷ്ടപ്പെടുന്നവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ദോശ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്